ISLന്റെ രണ്ടാം ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCക്കെതിരെ തങ്ങളുടെ ആദ്യ മത്സരത്തിന് തയ്യാറെടുക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പരിക്കിന്റെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ സ്റ്റാർട്ടിംഗ് 11 ഏത് രീതിയിൽ ഇറക്കുമെന്നത് ആരാധകരെല്ലാം ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ സ്റ്റാർട്ടിംഗ് 11 ഒന്ന് നോക്കാം. ഗോൾമുഖത്ത് സച്ചിൻ സുരേഷ് തന്നെയെന്ന് സംശയമില്ലാതെ പറയാം. പ്രതിരോധ നിരയിലും കാര്യമായ കൺഫ്യൂഷൻസ് ഒന്നും തന്നെ വേണ്ട. താരങ്ങളെല്ലാം ഫിറ്റാണ്. ലെസ്കോവിച്ച്, മിലോസ്, പ്രിതം കോട്ടാൽ, നൗചാ സിംഗ് എന്നിവരാകും സ്റ്റാർട്ടിംഗ് 11 ഉണ്ടാകുന്ന താരങ്ങൾ. പ്രബീർ ദാസ്, സന്ദീപ് സിംഗ്, ഹോർമിപ്പാം എന്നിവർ സബായി ടീം ലൈനപ്പിൽ ഉണ്ടാകും. ഇനി മധ്യനിരയിലേക്ക് നോക്കിയാൽ ഡാനിഷ് ഫറൂഖ്, ഡയസൂക, ഐമൻ അസർ, ജിക്സൺ സിംഗും കളിക്കാൻ തയ്യാറെന്നാണ് റിപ്പോർട്ടുകൾ. വിപിൻ മോഹനൻ പൂർണ്ണ ഫിറ്റ്നസിലേക്ക് വന്നിട്ടില്ല. രാഹുൽ KP യെല്ലോ കാർഡ് സസ്പെൻഷൻ ആയതിനാൽ പുറത്തായിരിക്കും. ലൂണയുടെ പകരക്കാരൻ ഫെഡർ സിർണിച്ചും ടീമിനൊപ്പം ഉണ്ടെങ്കിലും സ്റ്റാർട്ടിംഗ് 11 ഇറങ്ങുമോ എന്നത് സംശയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഐമൻ അസർ, ഡാനിഷ്, ജിക്സൺ എന്നീ ഇന്ത്യൻ യുവ മധ്യനിര താരങ്ങൾ തന്നെയാകും സ്റ്റാർട്ടിംഗ് 11 അണിനിരക്കുക. കാരണം ഒരു വിദേശ മധ്യനിര താരത്തെ സ്റ്റാർട്ടിംഗ് 11 ഉൾപ്പെടുത്തിയാൽ ഒന്നേൽ പ്രതിരോധ നിരയിൽ നിന്നും മിലോസിനെയോ ലെസ്കോവിച്ചിനെയോ ഒരാളെ പിൻവലിക്കേണ്ടി വരും, അല്ലെങ്കിൽ മുന്നേറ്റ നിരയിൽ ഒരു ഇന്ത്യൻ താരത്തെ ഉൾപ്പെടുത്തേണ്ടി വരും. നിലവിൽ പെപ്രയ്ക്ക് പകരക്കാരനായി ഗോകുലം കേരളയിൽ കളിച്ചുകൊണ്ടിരുന്ന ഇമാനുവൽ ജസ്റ്റിൻ ഉള്ളതുകൊണ്ട് ദിമിത്രി ഇമാനുവൽ കോംബോ ആയിരിക്കും സ്റ്റാർട്ടിംഗ് 11 ഇവാൻ യൂക്കോമനോവിച്ച് പരീക്ഷിക്കുക. അപ്പോൾ ഇതാണ് എന്റെ ഒരു എക്സ്പെക്ടിംഗ് സ്റ്റാർട്ടിംഗ് 11. നിങ്ങളുടെ അഭിപ്രായത്തിൽ സ്റ്റാർട്ടിംഗ് 11 ആരൊക്കെ ഉണ്ടാകുമെന്നത് ജസ്റ്റ് കമന്റിൽ ഒന്നിടുക. അപ്പോൾ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.